ഓണക്കാലത്ത് പച്ചക്കറി ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഓണത്തിന് ഒരുങ്ങാം വിളമ്പിന്റെ വിസ്മയം എന്ന പേരിൽ പച്ചക്കറി ഉത്പാദന പദ്ധതിക്ക് പോത്താനിക്കാട് തുടക്കമായി. ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്നാണ് പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിന്റെ ഭാഗമായി കർഷകർക്ക് ഹൈബ്രിഡ് ഇനത്തിലുള്ള പലതരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഓണക്കാലത്ത് വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരുങ്ങാം വിളവിന്റെ വിസ്മയം പദ്ധതിക്ക് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷകർക്കും പൊതുജനങ്ങൾക്കുമായി വിവിധങ്ങളായ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം കാർഷിക വിപണി അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്ത് പൂർണ്ണമായും സ്വയം പര്യാപ്തത കൈവരിക്കാനും അടുക്കളത്തോട്ടങ്ങൾ സജീവമാക്കാനുമുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുകളും ചേർന്ന് നടപ്പിലാക്കി വരികയാണ്. വെണ്ട, പയർ, കണിവെള്ളരി, പാവൽ തുടങ്ങിയ ഇനങ്ങളുടെ ഉയർന്ന വിളവ് തരുന്ന ഹൈബ്രിഡ് തൈകളാണ് പദ്ധതികളിലൂടെ കർഷകരിലേക്ക് എത്തിച്ചത്. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല റോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് കെ.സി, ജിജി അനീഷ്, ജിനേഷ് കെ പോൾ, വിൻസെന്റ് എബ്രഹാം, സാബു വർഗീസ്, സീന സജി, അലൻഷ്യ റോബി, കൃഷി ഓഫീസർ ബോസ് മത്തായി, കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ ടി എം, ഷെറീന കെ പി തുടങ്ങിയവർ പ്രസംഗിച്ചു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, വിവിധ കാർഷിക സമിതി ഭാരവാഹികൾ, കർഷകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.